കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊരു ചോദ്യം. ഇവിടെ ഇതാ തോടന്നൂരിൽ ഒരു KSU നേതാവിന്റെ ഒരു ജനാധിപത്യ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഒരു KSU നേതാവിന്റെ വീട്ടിലേക്ക് ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബെറിഞ്ഞ് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചവരെ ചോറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ന്യായമായും അതിന്റെ പിന്നിൽ CPM തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. എറിഞ്ഞത് ആരാണെന്നുള്ളതിന്റെ സൂചനകൾ പോലീസിനോട് ഈ കുടുംബവും പറഞ്ഞിട്ടുണ്ട്. ഇതും രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ പട്ടികയിൽ വരുമോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയണം. ഈ അക്രമങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പദവിയിലിരുന്ന് താങ്കൾ കൊടുത്ത പ്രോത്സാഹനമല്ലേ ഈ പരമ്പരകൾക്ക് കാരണമായി തീരുന്നത്? നിങ്ങളുടെ പോലീസിന്റെ പാർട്ടി ഇടപെടൽ മൂലമുള്ള, പാർട്ടി നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാത്രമുള്ള അവരുടെ വീഴ്ചകളുടെ പേരിലല്ലേ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നത്? നിങ്ങൾ കാണണം, ഫേസ്ബുക്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വിതുൽ ബാലൻ എന്ന KSU നേതാവിനെതിരായിട്ട് വടകര സഖാക്കളും ഇവിടുത്തെ സഖാക്കളും ഒക്കെ കൂടി ഇടുന്ന പോസ്റ്റ് അഡ്വാൻസ് ആദരാഞ്ജലികളാണ് ഇടുന്നത്. അഡ്വാൻസ് ആദരാഞ്ജലികൾ എന്തിനാ? ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന്റെ പേരില? മനുഷ്യരുടെ കൈയും ജീവനും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരില? അഡ്വാൻസ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സഖാക്കന്മാർ, അവന്റെ കമന്റ് ബോക്സിൽ വന്ന് നീ തീർന്നു എന്ന് പറയുന്നവർ, നീ ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, നീ അവസാനിച്ചു എന്ന് പരസ്യമായി പച്ചക്ക് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പേരില? ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞിട്ട് എത്ര പേർക്ക് അഡ്വാൻസ് ആദരാഞ്ജലികൾ കേരളത്തിൽ പൊതുസമൂഹം നേർന്നിട്ടുണ്ട്? എത്ര പേരുടെ വീട്ടിൽ ബോംബ് എറിഞ്ഞിട്ടുണ്ട്? പരമ്പരകൾ എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. എന്റെ കയ്യിലുള്ളത് ഒരു FIR ആണ്. പിണറായി വിജയന്റെ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR. അതിനകത്ത് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 8/6/2024 രാത്രി 12 മണി കഴിഞ്ഞ് 5 മിനിറ്റും കഴിഞ്ഞ് ബാലൻ എന്ന് പറയുന്ന, ബാബു എന്ന് പറയുന്ന, മുതുവീട്ടിൽ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ, മുതുവീട്ടിൽ വിഷ്ണു എന്ന് പറയുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ വീട്ടിൽ, നിങ്ങൾ അതിലേക്ക് FIR-ൽ പറയുന്നതാണ്, കരുവഞ്ചേരി എന്ന സ്ഥലത്തെ മുതുവീട്ടിൽ എന്ന വീട്ടിലേക്ക് ബൈക്കിലെത്തിയ DYFI പ്രവർത്തകരായ 1 മുതൽ 2 കൂടിയ പ്രതികൾ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി കൈവശം വെച്ച സ്ഫോടക വസ്തു വീടിന്റെ മുകൾ നിലയിലേക്ക് എറിഞ്ഞതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത FIR. ചെറിയ കുട്ടിയടക്കം കിടന്നുറങ്ങുന്ന ഒരു വീട്ടിലേക്ക് രാത്രി 12 മണി കഴിഞ്ഞ് ബോംബെറിഞ്ഞതിന്റെ പേരിൽ ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ഇന്നേ വരെ ഒരു പ്രതിയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയന്റെ പോലീസ് ഇതുവരെ മെനക്കെട്ടിട്ടുണ്ടോ? ഒരാളെയെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? 2, കക്കട്ടിൽ RMP നേതാവായിരുന്ന പൊക്കൻ എന്ന് പറയുന്ന സഖാവിന്റെ വീട്ടിലേക്ക് കുഞ്ഞു കുട്ടികളടക്കമുള്ള കുടുംബം വിറങ്ങലിച്ചു നിന്ന് പേടിച്ച് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്ന തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ചില്ലുകൾ തകർന്ന് അതിനകത്തേക്ക് പോയി വലിയ പ്രകമ്പനം സൃഷ്ടിച്ച ആളുറങ്ങുന്ന വീടുകളിലേക്കും മുറികളിലേക്കും എറിഞ്ഞിട്ട് ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യാൻ, ഒരാൾക്കെതിരെങ്കിലും നിയമ നടപടി സ്വീകരിക്കാൻ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പോലീസ് തയ്യാറായിട്ടുണ്ടോ? 3, മൊകേരിയിലെ വനിതാ ലീഗ് നേതാവ് സാജിദയുടെ വീട്ടിലേക്ക് ഇതുപോലെ ബോംബെറിഞ്ഞിട്ട് പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ?
ഇപ്പൊ കോൺഗ്രസ്, ലീഗ്, RMP, UDF പ്രവർത്തകരുടെ വീടുകളിലേക്ക് നിരന്തരം ഇവിടെ ബോംബെറിഞ്ഞിട്ട് അതിൽ ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ ആ ബോംബെറിഞ്ഞതിന് പിന്തുണയുമായി നിന്ന പോലീസിന്റെ, അതിന് നിർദ്ദേശം കൊടുത്ത CPM-ന്റെ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കെടുകാര്യസ്ഥതയോടെയാണ് ഇപ്പൊ ഇതാ വീണ്ടും ഒരു വീട്ടിലേക്കും കൂടെ ബോംബെറിഞ്ഞിട്ട് ആളുകളെ അപായപ്പെടുത്താൻ CPM-ന്റെ ക്രിമിനലുകൾ ശ്രമിക്കുന്നത്.